സാറേ, ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടാണ്. അവർ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെല്ലാം ഉൾപ്പെടുത്തി. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചത് അവർ മുൻപ് വലിയ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു സ്ത്രീയാണല്ലോ. ഈ റോഡിൽ ബസ് തടയുന്നതും അതോടൊപ്പം തന്നെ ഈ CPM സഖാക്കൾക്കായി ആരെങ്കിലും ഉണ്ടോ, ജോലി ഉണ്ട്, സഖാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ലെറ്ററുകൾ ഉൾപ്പെടെ വന്ന് പല രീതിയിൽ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരു മേയറാണ് ആര്യ രാജേന്ദ്രൻ. അവരെ എന്തായാലും ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കരുത്താർജിക്കുമോ ആര്യ രാജേന്ദ്രൻ? കൂടുതൽ കരുത്താർജിക്കുമോ എന്ന് ചോദിച്ചാൽ കൂടുതൽ കൊടുത്തിരിക്കുകയാണ് CPM. ഇപ്പം CPMൻ്റെ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സമ്മേളനം പൂർത്തിയായി. വി ജോയി MLA തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടരുകയും ചെയ്യുന്നു. വിഴിഞ്ഞത്ത് വെച്ചായിരുന്നു ഇവരുടെ ജില്ലാ സമ്മേളനം. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുമ്പോഴും അവിടെ പാർട്ടി വലിയൊരു ജനസമുദ്രം തന്നെ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഈ അണികളെ കൂട്ടിക്കൊണ്ടുവരാൻ അവർക്ക് വലിയ കഴിവുള്ളവരാണ്. അതൊരു കേഡർ പാർട്ടിയാണല്ലോ. അവർ പറയുന്ന സമയത്ത് ആൾ എത്തുകയും ചെയ്യും. അപ്പോൾ അവിടുത്തെ ആളും ആരോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിണറായി വിരുദ്ധ തരംഗമൊന്നും ഇല്ല എന്ന് തോന്നിപ്പോകും. പക്ഷേ അത്രയും ആൾക്കാര് വലിയ CPMൻ്റെ ഏക സ്വരത്തോടുകൂടി അവിടെ ഒന്നിച്ചു എങ്കിൽ അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരത്തോടുകൂടിയും ആൾക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ ഈ വലിയ വാർത്തയായിട്ട് വന്നിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രന് ഈ റെഡ് വോളണ്ടിയർ ആയിട്ട് അല്ലേ, CPMൻ്റെ ഒരു ഇതാണല്ലോ റെഡ് വോളണ്ടിയർമാരുടെ മാർച്ച്, പരേഡ് നടത്തുക എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത്, മുൻപന്തിയിൽ നിന്നത് ആര്യ രാജേന്ദ്രനാണ്. 21ാമത്തെ വയസ്സിൽ പിടിച്ച് മേയറാക്കി ഒരു പാവയായിട്ട് നിർത്തി. പിന്നിൽ ഭരണം നടത്തിയത് വേറെ കുറെ ആൾക്കാരാണ്. ആരാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തിരുവനന്തപുരത്തെ CPMൻ്റെ വമ്പന്മാരായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പേരിൽ നിരവധി കാര്യങ്ങൾ അഴിമതി പുറത്ത് ജനം അറിയുകയും ചെയ്തു എന്നുള്ളതാണ്. കോവിഡ് കാലത്ത് ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കോടികൾ എഴുതിയെടുക്കാനുള്ള ശ്രമം നടത്തി. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്നതിന് വേണ്ടി നമ്മുടെ സഖാക്കന്മാരുടെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞ് ആനാവൂർ നാഗപ്പന്, ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പൻ അന്ന് കത്തെഴുതിയത്. ആ കത്തും വലിയ വിവാദമായതാണ്. ഒടുവിൽ നഗരസഭയിലെ BJPയും കോൺഗ്രസും എല്ലാവരും കൂടെ സമരം ചെയ്തു. പക്ഷെ സമരമൊക്കെ ചെയ്തിട്ട് അവസാനം അത് അവസാനിപ്പിച്ചു എങ്ങുമെത്താതെ. ഇത് ഏത് തരത്തിൽ അവസാനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ഒഴിവ് വന്ന എത്ര ഒഴിവുണ്ടോ അതൊക്കെ എല്ലാ പാർട്ടിക്കാർക്കുമായിട്ട് വീതിച്ചു കൊടുത്ത് സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആര്യ രാജേന്ദ്രന് ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കാത്ത പൊല്ലാപ്പ് വേറൊന്നുമില്ല. ഏറ്റവും അവസാനം ഇപ്പോഴും ആൾക്കാർ ഓർമ്മയിൽ നിർത്തുന്ന ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ നഗര ഹൃദയത്തിൽ ഒരു പാവം KSRTC ഡ്രൈവറോട് കൊമ്പ് കോർത്തത്, തെരുവിലിറങ്ങി മേയറും ഭർത്താവ് ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവും കൂടെ. എന്തായിരുന്നു, നഗരത്തിൽ അഴിഞ്ഞാട്ടമല്ലേ നടത്തിയത്? പുലർച്ചെ 2:30 മണിക്ക് ഡ്യൂട്ടിയിൽ കയറിയ യദു എന്ന് പറയുന്ന ഡ്രൈവർ, ആ ചെറുപ്പക്കാരനെ കുടുംബം പുലർത്താനായിട്ട് നെട്ടോട്ടം ഓടുകയാണ്. അങ്ങനെ രാത്രിയിൽ 12 മണിക്കൊക്കെ സർവീസ് അവസാനിപ്പിക്കണമായിരുന്നു. എന്നിട്ട് വേഗം വീട്ടിലെത്തണം. അങ്ങനെ അദ്ദേഹം തൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി. ഇദ്ദേഹം സൈഡ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ. എന്നിട്ട് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ച് ബസ്സിലെ CCTV എല്ലാം എടുത്ത് കളഞ്ഞ് അത് MLA ബസ്സിനകത്ത് കയറി ആൾക്കാരെ ഇറക്കി വിട്ടത്. ഒടുവിൽ ഇതൊക്കെ എന്ത് ചെയ്തു? പോലീസുകാരും മേയർക്കും MLAക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും വഴിതിരിച്ചു വിടുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ പാവ ആ ഡ്രൈവറുടെ ജോലി പോവുകയും ചെയ്തു. അയാളുടെ കുടുംബം പട്ടിണിയായി. ഇവിടെ മേയർ എന്താണ്? മേയറെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരെ ഉയർത്തിയിരിക്കുകയാണ്. ഇത്രത്തോളം തിരുവനന്തപുരത്തിന് ഒരു വലിയ ശാപമായി മാറിയ മേയർ ആര്യ രാജേന്ദ്രനെ പാർട്ടി എല്ലാ വിധത്തിലും ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ മേയർ പദവിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയുടെ കുപ്പായം എന്നല്ല, പാർട്ടിയുടെ ഈ
റെഡ് വോളണ്ടിയർ എന്നുള്ള ആ കുപ്പായോ ഒന്നും അണിഞ്ഞുകൊണ്ട് പ്രകടനം നടത്താൻ പാടില്ല. മേയറാണ് തിരുവനന്തപുരത്തിന്റെ, അത് മനസ്സിലാക്കണം. പക്ഷെ പിണറായി വിജയൻ പാർട്ടിയുടെ അമരക്കാരനായി ഇരിക്കുന്ന കാലത്തോളം, പാർട്ടിയുടെ അമരക്കാരൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും സെക്രട്ടറിയുടെ പാർട്ടിയെ ഭരിച്ചുകൊണ്ട് പോകുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും എങ്ങനെയും ആകാവുന്നുള്ളതാണ്. ആ പ്രകടനം നടത്തി വന്നിട്ട് ഉടനെ ആര്യ രാജേന്ദ്രനെ വേദിയിലേക്ക് ശിവൻകുട്ടി വിളിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഒരിക്കലും ചിരിക്കാത്ത പിണറായി വിജയൻ ആര്യ രാജേന്ദ്രനെ കണ്ട് ചിരിച്ച് കൈ കൊടുക്കുന്നു. അപ്പോൾ എന്ത് തോന്നിയവാസവും നടത്തിയ മേയറെ അങ്ങേയറ്റത്ത് എത്തിച്ചിരിക്കുകയാണ് പാർട്ടി. അപ്പോൾ കണ്ണൂരിലെ ജില്ലാ സമ്മേളനമൊക്കെ വരുന്നതേ ഉള്ളൂ. അവിടെ ദിവ്യയ്ക്ക് ഏത് തരത്തിലായിരിക്കും പ്രമോഷൻ കൊടുക്കാൻ പോകുന്നത്? ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെപ്പിച്ചു. പക്ഷെ ഭരണമൊക്കെ നടത്തുന്നത് അവർ തന്നെയാണ്. എല്ലാ തരത്തിലുള്ള സംരക്ഷണവും കൊണ്ടുപോകുന്നുണ്ട്. കേസൊക്കെ കുറെ കാലം കഴിയുമ്പോൾ ഇവർ തേച്ചു മാറ്റി പോകും. പക്ഷേ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അതിശക്തമായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ് CBI അന്വേഷണം വേണമെന്നുള്ള രീതിയിൽ. CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പെട്ടുപോകുമെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ PP ദിവ്യയ്ക്കും പാർട്ടി ജില്ലാ സമ്മേളനത്തിലൂടെ പ്രമോഷൻ അവിടെ കൊടുക്കും. ആര്യക്ക് കൊടുക്കാവുന്നുണ്ടെങ്കിൽ പിന്നെന്താ, PP ദിവ്യയ്ക്ക് എന്താ? ഇവിടെ ആര്യ രാജേന്ദ്രൻ കാണിച്ചിട്ടുള്ള തോന്നിയവാസങ്ങൾക്ക് അറുതിയുണ്ടോ? എത്രത്തോളം തോന്നിയവാസവും അട്ടഹാസവും അഹങ്കാരവും നഗരത്തിൽ അഴിഞ്ഞാട്ടമല്ലേ നടത്തിയത്? അങ്ങനെയുള്ള ഒരു മേയറെ ഇത്രത്തോളം രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുവരിക, ഇത്രയും സംഭവം ഉണ്ടായിട്ട് പോലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇടപെട്ടിട്ടില്ലായിരുന്നല്ലോ. അന്ന് നഗരത്തിൽ അഴിഞ്ഞാടിയ സമയത്ത് MV ഗോവിന്ദൻ ഇടപെടാമായിരുന്നല്ലോ, ഇടപെട്ടില്ല. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കോടികൾ എഴുതിയെടുക്കാൻ ശ്രമം നടത്തിയില്ല. മാറ്റി നിർത്തണമായിരുന്നു മേയറെ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താ ഇവര്? ഈ മേയറെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേമത്ത് നിന്ന് മത്സരിപ്പിക്കാൻ ഇറങ്ങും. നോക്കിക്കോണം, ഇത് ഉറപ്പായ കാര്യമാണ്. BJPക്ക് ഒരു സീറ്റായി. BJPക്ക് ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഏതൊക്കെ തരത്തിൽ ഇനി അപ്പോഴത്തേക്ക് കേരളത്തിൽ BJP ഒന്നുകൂടെ ശക്തി ആർജിച്ച് സംസ്ഥാന ഘടകം ഉണരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മേയറൊക്കെ, ഈ ആര്യ രാജേന്ദ്രനൊക്കെ ജയിച്ച് നിയമസഭയിലും വന്നാല് എന്ത് ഗതികേടാകുമെന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനും കൂടെ ഇനി നിയമസഭയും കൂടെ തകർത്ത് ആടുമെന്നുള്ളതാണ്. മേയറായിട്ട് തിരുവനന്തപുരത്ത് അഴിഞ്ഞാട്ടമാണ് നടത്തിയത്. എന്തെല്ലാം കാര്യങ്ങളിലാണ്? തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് വേണ്ടതായ യാതൊരു കാര്യങ്ങളും ഈ മേയറിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. CPM-ന്റെ മറ്റൊരുപാട് മേയർമാരെയൊക്കെ തിരുവനന്തപുരം കണ്ടിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള മേയർ ജയൻ ബാബു മുമ്പ് തിരുവനന്തപുരത്തിന്റെ മേയറായിരുന്നു. തിരുവനന്തപുരത്തിന് ഒരു മുഖച്ഛായയിൽ ഒരു ചെറിയ മാറ്റം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജയൻ ബാബു ഇരിക്കുന്ന സമയത്താണ്. ഇതുപോലൊന്നും അഹങ്കാരം ഉണ്ടായിരുന്നില്ല. ഇത് അഹങ്കാരത്തിന്റെ ആൾ രൂപമല്ലേ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്? ഈ PP ദിവ്യ പിന്നെന്താണ്? ഇതൊക്കെ പാർട്ടിയുടെ അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങളാണ്. അങ്ങ് വടക്ക് PP ദിവ്യയും തെക്ക് ആര്യ രാജേന്ദ്രനും പോരെ. CPM-ന്റെ രണ്ട് കൊമ്പുകളാണ് ഈ നിൽക്കുന്നത്. PP ദിവ്യയെ നോക്കിക്കുക, 2026 തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കും. കല്യാശ്ശേരി എന്ന് പറയുന്നത് തന്നെ CPM-ലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കും. അത്രയ്ക്ക് പാർട്ടി കേന്ദ്രമാണ്. അപ്പൊ PP ദിവ്യ 2026 കേരള നിയമസഭയിലെത്തും. ആര്യ രാജേന്ദ്രനെയും പാർട്ടി കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വിത്തുകൾ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനാധിപത്യം അപകടകരമായ ഒരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. അതിന് ഇപ്പൊ മേയറിലൂടെ തന്നെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ആര്യ രാജേന്ദ്രനെ അവിടെ ഇരുത്തിയിട്ട് ആദ്യകാലങ്ങളിലൊക്കെ തന്നെ പിൻ സീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്ത് CPM-ലെ വമ്പന്മാര് നിരവധി പേരുണ്ട്. അവരാണ് ആര്യ രാജേന്ദ്രനെ ഏത് രീതിയിലൂടെയും പോകണമെന്ന് തീർച്ചപ്പെടുത്തിയിരുന്നത്. പിന്നെ ആര്യ രാജേന്ദ്രനും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ, തന്നിഷ്ടത്തിനനുസരിച്ച് അഹങ്കാരവും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയായിട്ട് മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി ഇത് അംഗീകരിച്ചു വെച്ചിരിക്കുകയാണ്.
ഇത്തരത്തിലുള്ളവരെയാണ് പാർട്ടി അംഗീകരിക്കുന്നതും പാർട്ടിക്ക് വേണ്ടതും. അതാണല്ലോ പിണറായി വിജയൻ വേദിയിലേക്ക് വിളിച്ച് വരുത്തി ഹസ്തദാനം നൽകിയത്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ളവർക്കായിരിക്കും പാർട്ടി കൂടുതൽ പരിഗണന കൊടുക്കുക. അതിനുദാഹരണമാണ് PP ദിവ്യയും ആര്യ രാജേന്ദ്രനും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.